പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പണ്ടേ അമർ ചിത്രകഥയൊക്കെ വായിക്കുന്ന സമയത്തും കഥകൾ കേൾക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഏറ്റവും കൂടി ഇഷ്ടമുള്ളൊരു കഥയായിരുന്നു കടമറ്റത്ത് കത്തനാറുള്ള കഥ. എത്ര കേട്ടാലും മടുക്കത്തില്ല. ഈ പ്രേതത്തിൻ്റെയും മാന്ത്രിക ലോകത്തിൻ്റെയൊക്കെ കഥ പറയുമ്പോൾ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു TV പരമ്പരയായിട്ടൊക്കെ വരും. അപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം കടമറ്റത്ത് കത്തനാർ സിനിമയായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ ആകാംക്ഷയെ തന്നെ ആയിരുന്നു. ജയസൂര്യയാണ് ഇതിനകത്ത് നായകൻ. ജയസൂര്യക്ക് ആപ്റ്റായ ഒരു വേഷം തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പിക്ചറൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. ഇനി സിനിമ വരുമ്പോൾ എന്താണെന്നറിയാം. അതിനകത്ത് ലാലേട്ടനും അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ വളരെയധികം കൂടുതലാണ്. അതുമല്ല 3-4 കൊല്ലം കൊണ്ടൊക്കെയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ജയസൂര്യ ഈ ചിത്രത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ഇന്ന്. ട്രെയിലർ പുറത്തു വന്ന് ഏകദേശം 3 മിനിറ്റോളം വലിപ്പമുള്ള ട്രെയിലറാണ്. ഗോകുലം ഗോപാലനാണ് ഇതിൻ്റെ നിർമ്മാണം. റോജൻ തോമസാണ് സംവിധാനം. റോജൻ തോമസ് എന്ന് പറയുന്ന ഹോം, അതുപോലെ മങ്കിപ്പൻ എന്ന് പറയുന്ന ചിത്രമൊക്കെ സംവിധാനം ചെയ്ത റോജൻ്റെ ഒരു മികച്ച സൃഷ്ടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാകാം കത്തന എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കാണാം. കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. ഗംഭീര സാധനം അല്ലേ? മലയാള സിനിമയിൽ ഇങ്ങനെ നമ്മളൊരു ട്രെയിലർ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ട്രെയിലറിൽ കണ്ടേക്കുന്ന ഏകദേശ കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ടെങ്കിൽ ഇതൊരു വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുമെന്ന് 100% ഉറപ്പാണ്. കാരണം മേക്കിങ്ങൊക്കെ അപാര മേക്കിങ്ങാണ്. ഇതിൻ്റെ വിഷ്വൽ എന്ന് പറയുന്നത് നമ്മൾ കാണാത്തൊരു ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. റോജൻ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ ഗംഭീര സാധനമാണ്. അതുപോലെ ഇതിൻ്റെ ഭാഷ നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു 9-ാം നൂറ്റാണ്ട് സമയത്തൊക്കെ നടന്ന കഥയാണെന്ന് തോന്നുന്നു ഈ കടമറ്റത്ത് കത്തനാറിൻ്റെയൊക്കെ.
അപ്പോൾ അതിൻ്റേതായ മലയാളമാണ് ഇടി, അല്ലെന്ന് തോന്നുന്നില്ലേ? മലയാളമാണോ തമിഴാണോ എല്ലാ ഭാഷയും കാണുമെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭാഷയിൽ ചില ഇപ്പോഴത്തെ മലയാളമായിട്ട് അത്ര ഇതായിട്ടല്ലായിരിക്കും, നമുക്കറിയില്ല. നമുക്ക് ചിത്രം കാണുമ്പോൾ ഗംഭീരമെന്ന് തോന്നും. അതുപോലെ ഇതിൻ്റെ ഇത് കൊടുത്തേക്കുന്നത് വിനീതാണെന്ന് തോന്നുന്നു. വിനീതൊക്കെ ആ സംഭാഷണത്തിനൊക്കെ ഒരു പ്രത്യേകത കാണുമായിരിക്കാം, നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് നമുക്കറിയില്ലല്ലോ. ഏതായാലും ജയസൂര്യയുടെ കഥാപാത്രം ഗംഭീര കഥാപാത്രമാണ് എന്ന് തോന്നുന്നു. എന്ത് ഗംഭീരം അല്ലേ? കടമറ്റത്ത് കത്തനാർ എന്ന് പറയുമ്പോൾ വടിയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കത്തനാർ, കടമറ്റത്ത് കത്തനാർ കത്തനാർ എന്ന് പറയുന്ന നമ്മുടെ ടി വി സീരിയലിനകത്തൊക്കെ വരുന്ന ആ കടമറ്റത്ത് കത്തനാരെ ഓർക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ സിനിമ വന്നു കഴിയുമ്പോൾ ആ കത്തനാർ അതിലേക്ക് ആവാഹിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വിഷ്വൽ എഫക്റ്റൊക്കെ വളരെ ഗംഭീരമായിട്ട് ഈ ചിത്രത്തിൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ചിത്രം വന്നതിന് ശേഷം അറിയാൻ പറ്റും. ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ നമുക്ക്, ഞാനതാണ് പറഞ്ഞത്, ട്രെയിലറിലുള്ള സാധനങ്ങൾ 50% ചിത്രത്തിലുണ്ടെങ്കിലുണ്ടല്ലോ ഗംഭീര സാധനമായിരിക്കും. നമുക്ക് നമ്മുടെ ദൃശ്യവിസ്മയം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മലയാള സിനിമ ചെന്ന് നിൽക്കും എന്ന്. പിന്നെ റോജനെ പറ്റി നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഹോമും മങ്കീസ്മെൻറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അത് കാത്തു സൂക്ഷിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ ഗോകുലൻ്റെ ചിത്രമാണ്. അപ്പോൾ അവരൊക്കെ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കാം നമുക്ക് കിട്ടാൻ പോകുന്നത്. ഗംഭീര സാധനം കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നമ്മളിപ്പം സാധാരണ ഈ മലയാള സിനിമയിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ട്രെയിലർ കണ്ടിട്ടില്ല. അതിലേക്കും ലെവൽ ഒരു ഇംഗ്ലീഷ് ട്രെയിലറൊക്കെ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ട്രെയിലറാണ്. ഇതിൻ്റെ കൃത്യമായിട്ട് കഥകൾ നമുക്കറിയാമല്ലോ. കടമറ്റത്ത് കത്തനാരുടെ കഥ എന്ന് പറയുന്നത് മാന്ത്രികവും പ്രേതവും എല്ലാം കൂടെ ചേർന്ന ഒരു കഥയാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥയായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ലൊരു ചിത്രമായിരിക്കും. പക്ഷേ ഇത് എന്ന് റിലീസ് ചെയ്യുന്നിടേ മനസ്സിലാകുന്നില്ല. ഇനി ഓണത്തിനാണോ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഇത് റിലീസ് ചെയ്തിരുന്ന ഗംഭീര സാധനമായിട്ട് മാറും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടല്ലേ. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അതിനൊക്കെ ലാലേട്ടൻ ഇതിനകത്തുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിൻ്റെ 1-2 ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ പുറത്തു വരുന്ന പല കഥകളാണ്. ഏതായാലും ലാലേട്ടനുണ്ട് എന്നുള്ളത് ഏകദേശം കൺഫേം ചെയ്ത വാർത്തയാണ്. ലാലേട്ടൻ്റെ റോൾ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ട്രെയിലർ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടനെ കാണിക്കുമോ എന്നൊക്കെയുള്ള, ലാലേട്ടനെയും ജയസൂര്യയുടെ കഥാപാത്രം പോലെ ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഈ ചിത്രീകരണമൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് എന്ന് പറയുന്നു. അപ്പം കൃത്യമായിട്ട് ലാലേട്ടൻ്റെ വേഷവും നമുക്കറിയില്ല. ഇനി ഒരു പക്ഷേ തിയേറ്ററിലായിരിക്കും അവർ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ. ഇതിൻ്റെ ട്രെയിലർ ഗംഭീരമാണ്. ട്രെയിലർ കണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. പോളി സാധനം. ഓക്കെ, ബൈ.